الرحمن الرحيم وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين وإنا لنحن نحيي ونميت ونحن الوارثون ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين. അപ്പൊ ഭൂമിയെ കുറിച്ചാണ് സൂചിപ്പിച്ചിരുന്നത്. ആ ഭൂമിയെ അള്ളാഹു വിശാലമാക്കിയിട്ടുണ്ട്, അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് സസ്യലതാദികൾ മുളപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം അതിൽ നിങ്ങൾക്ക് ജീവിത വിഭവങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ റിസ്ക് നൽകാത്തവക്കും അതിൽ എന്തുണ്ട്, ജീവിത വിഭവങ്ങളുണ്ട് എന്നാ പറഞ്ഞു. വമല്ലസ്തും ലഹു ബിറാസിഖിൻ. അപ്പൊ തുടർന്ന് പറയാണ് വൈമിൻ ഷൈഇൻ, ഒന്നും തന്നെ ഉണ്ടായിട്ടല്ലാതെ ഇല്ലാന്ന്. വൈമിൻ ഷൈഇൻ അഥവാ എല്ലാ വസ്തുക്കളും ഇല്ല ഇന്ധന നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ, ഖസായിനുഹു അതിന്റെ ഖജനാവുകൾ, ഖസായിന് ഖജനാവ്, അതിന്റെ സൂക്ഷിപ്പ് സ്ഥലം. എന്നാൽ വമാ നുനസ്സിലുഹു നാം അതിനെ ഇറക്കുകയില്ല ഇല്ലാ ബിഖദരിൻ തോതനുസരിച്ചല്ലാതെ, മഅലൂം വ്യക്തമായ കൃത്യമായ. അപ്പൊ കൃത്യമായ വ്യക്തമായ തോതനുസരിച്ചല്ലാതെ നാം അതിനെ ഇറക്കുകയില്ല. എല്ലാ വസ്തുക്കളുടെയും സൂക്ഷിപ്പ് സ്ഥലം ഖസായിന് നമ്മളുടെ അടുക്കലുണ്ട്. അപ്പം അള്ളാഹു ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ള വിഭവങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അപ്പൊ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ നിങ്ങൾക്ക് ആയുഷുണ്ട്, ജീവിത വിഭവങ്ങളുണ്ട്. മാത്രമല്ല നിങ്ങൾ റിസ്ക് നൽകാത്തവക്കും അതിലെന്തുണ്ട് എന്നാ പറഞ്ഞത്, റിസ്ക് ഉണ്ട്, വിഭവമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം വൈമിൻ ഷൈഇൻ എല്ലാ വസ്തുക്കളും ഇല്ലാ ഇന്ധന നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ ഇല്ല എന്നാ. അപ്പൊ നമ്മുടെ അടുക്കൽ ഇല്ലാത്ത ഒരു വസ്തുവില്ല. എല്ലാ വസ്തുക്കളും ഈ ഭൂമിയിലേക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും നമ്മളുടെ അടുക്കലുണ്ട്. എന്ത്? ഖസായിനു അതിന്റെ സൂക്ഷിപ്പ് സ്ഥലം. ഖസായിൻ അതിന്റെ ബഹുവചനായിട്ടാണ് ഉപയോഗിച്ചത്. അതിന്റെ സൂക്ഷിപ്പ് സ്ഥലം അള്ളാന്റെ അടുക്കലുണ്ട് എന്ന്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ ഖസാനയില് ഖജനാവിൽ ഉണ്ട് എന്ന് കരുതി ഇഷ്ടംപോലെ തരൂലാന്ന്. അതാണ് ആയത്തിന്റെ ബാക്കി. വമാ നുനസ്സിലുഹു എന്നാൽ അതിനെ നാം ഇറക്കുകയില്ല. അപ്പൊ ഈ ഭൂമിയിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ റബ്ബിന്റെ അടുക്കലുണ്ട്. പക്ഷെ അതിൽ നിന്ന് നാം ഇറക്കി തരികയില്ല ഇല്ലാ ബി ഖദരിമാലും നിർണയിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട തോതനുസരിച്ചല്ലാതെ. ഖദർ പറഞ്ഞ തോത്, മഅലൂം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട നിർണയിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. അപ്പൊ ഒരു നിശ്ചിത തോതേ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ, ഇറക്കി തരുള്ളൂ. ഇഷ്ടംപോലെ ഇറക്കി തന്നിട്ട് എന്ത് ചെയ്യൂല, അങ്ങനെ അടിച്ചു പൊളിക്കാൻ അള്ളാഹ് കൊടുക്കൂല. അപ്പം ഈ ഭൂമി ലോകത്ത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണ്ടത് ഈ ഭൂമിയിൽ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി പോരാത്തതിന് അള്ളാഹിന്റെ അടുക്കൽ ഖജനാവിൽ വേറെയുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇറക്കലൻ എന്താണ്, നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇറക്കി തരൂല. അള്ളാഹ്ക്കൊരു ഖദറുണ്ട്, ആ ഖദർ അനുസരിച്ച് അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ, ഇറക്കി തരുള്ളൂ. അപ്പം എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ളത് ഭൂമുഖത്തുണ്ട്. പക്ഷെ ആശ തീർക്കാനുള്ളതില്ല. ആശ തീർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേറൊരുത്തന്റെ അത്യാവശ്യത്തിനുള്ളതായിരിക്കും നമ്മൾ എടുക്കുക. അപ്പൊ നമ്മളുടെ അത്യാവശ്യത്തിനുള്ളതേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്.
അതല്ലാതെ അതിനപ്പുറം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം മാഫിയകൾ ഉണ്ടാവും. മാഫിയകൾ ഉണ്ടാക്കുന്ന ആരാ? എനിക്കൊരു 10 ലോഡ് അടിയന്തരമായി വേണം, നാളെ തന്നെ വേണം 10 ലോഡ് മണല്, ഞാൻ പറയാണ്. അപ്പൊ ഓൻ കൊണ്ടുവരും. അത് ലോഡിന് ഇത്ര തരണം എന്നറിയും. ഓൻ ബില്ലുള്ളതോ ബില്ലില്ലാത്തതോ കൊണ്ടുവന്നു തരും. പക്ഷെ ശരിക്കും ഓനെയാണ് നമ്മൾ മാഫിയ എന്ന് പറഞ്ഞത്. ശരിക്കും മാഫിയ ഞാനാ. 10 ലോഡ് നാളെ തന്നെ എന്ത് ചെയ്യണം, എനിക്ക് വേണം, എനിക്ക് ലീവില്ല, പോണം അല്ലേ? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചില്ലറ ഉണ്ട്, എനിക്ക് നാളെ 10 ലോഡ് കിട്ടണം. അപ്പൊ ഞാൻ മാഫിയനെ ഉണ്ടാക്കുന്നത് ആരാ? നമ്മളാണ് മാഫിയകൾ ഉണ്ടാക്കുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അവർ മാഫിയകളായി. അപ്പൊ ഓരോന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ള വിഭവങ്ങളുണ്ട് ഭൂമിയിൽ. അപ്പൊ ഈ വിഭവങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടത് പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. പോരാത്തതിന് അള്ളാന്റെ അടുക്കൽ ഖജനാവിലുണ്ട് താനും. പക്ഷെ ആ ഖജനാവിലുള്ളത് അള്ള ഇറക്കി തരല എങ്ങനെയാണ്? ബി ഖദരി മഅലൂം, നിശ്ചയിക്കപ്പെട്ട വിഹിതം അനുസരിച്ചേ കിട്ടുള്ളൂ. അപ്പം ഇവിടെ ഉണ്ട് എന്ന് കരുതി അമ്പാട് ഉപയോഗിക്കാൻ പാടില്ല. സാദർ അലി അള്ളാഹുവിന് ഊതെടുക്കുകയാണ്. അപ്പൊ ഊതെടുക്കുമ്പോൾ വെള്ളം കുറച്ചിങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാദേ, പുഴയിൽ നിന്നാണ്, ഒഴുകിപ്പോകുന്ന പുഴയിൽ നിന്നാണ് നീ ഉളു ചെയ്യുന്നതെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പാടുള്ളൂ അല്ലെ? നമ്മളൊക്കെ ആ ടാപ്പാണ് തുറന്നിടലാണല്ലോ. എന്നിട്ട് മുഖാണ്ട് കഴുകിയാലും എന്ത് ചെയ്യൂല, മതിയാവൂല. ടാപ്പ് ഇങ്ങനെ തുറന്നിട്ട് വെള്ളം ഇങ്ങനെ പോകണ്ടാവും. മുഖം ഇങ്ങനെ കഴുകുകയാണോ, നല്ലോ മസാജ് ചെയ്ത് കഴുകുകയാണ്. അതിന്റെ മുഖം കഴുകുമ്പോൾ ആ ടാപ്പിലെ വെള്ളം ആവശ്യമുള്ള എടുത്തിട്ടാണ് പൂട്ടിയ പോലെ. അങ്ങനെ കളിയാണ്. അപ്പൊ വെള്ളം നഷ്ടപ്പെടുന്നു, അതിന് വേണ്ട കറണ്ട് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ അതിലുണ്ട്. അതേപോലെ ഓരോ മേഖലയിലും അത് വസ്വാസ് എന്നാ പറഞ്ഞത്. അതിന് അള്ളാഹ് ശൈത്താനോടിന്റെ വസ്വാസിൽ നിന്ന് പടച്ചോനോട് എന്ത് ചെയ്യുക, രക്ഷ തേടുക. ഇപ്പൊ ഈ കയ്യിൽ വെള്ളം എടുത്താൽ തന്നെ മറ്റേ കൈയോട് ടാപ്പ് കൂട്ടിയിട്ട് ഇതുകൊണ്ട് കഴുകിയാൽ തന്നെ മുഖവും താടിയും ഒക്കെ ഉഷാറായിട്ട് കഴുകാം. ഇതിനാ 2 കൈയിലും നിറച്ച് വെള്ളം എടുത്ത് കഴുകണം, ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി 2 കൈയിൽ വെള്ളം എടുത്ത് കഴുകണമെന്നും ഒരു വിരലോട്ട് തട്ടിയാൽ എന്ത് ചെയ്യും, അത് സ്പീഡ് തന്നെ കുറഞ്ഞോളും. എന്നിട്ട് കഴുകിയാൽ മതി. ഒന്ന് നല്ലോണം കഴുകിക്കോട്ടെ. പക്ഷെ ഈ വെള്ളം അള്ളാന്റെ അനുഗ്രഹമാണ്, അത് വെറുതെ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. അങ്ങനെ തുറന്നിട്ട് പോവുകയാണ്. എത്ര വെള്ളം പോകുന്നത്? ചിലപ്പോ ആ പോകുന്ന വെള്ളം കുടിക്കാൻ കിട്ടാത്ത ടീമിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്, അത്രയും ശുദ്ധജലം കുടിക്കാൻ കിട്ടാത്തവര്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ആവശ്യത്തിനുള്ളത് എന്ത് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ, ആശ തീർക്കാനുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആശ തീർക്കാനുള്ളത് നമ്മൾ പലതും ഉപയോഗിക്കുമ്പോൾ ഇവിടെ അതിനൊക്കെ എന്ത് ചെയ്യും, ക്ഷാമങ്ങൾ വരും, വില കൂടും, അതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ കോഴിക്ക് വില കൂടിയില്ലേ? എല്ലാവരും വാങ്ങണാണല്ലോ. അപ്പൊ എത്രയായി കോഴിക്ക്? ആരും വാങ്ങിയിട്ടില്ല, ഒന്നും കോഴി. പക്ഷേ അപ്പൊ എനിക്ക് വരാനേയും കൊടുത്തരണ്ടോ, അല്ലെങ്കിൽ പീടിയക്കാരനോട് വിളിച്ചു വരലേക്കാരോ. ഏകദേശം 300-ന്റെ അടുത്ത് എത്തി ഇപ്പൊ 1 കിലോ കോഴിക്ക്. കോഴിക്കല്ല ഇറച്ചിക്ക്. എന്താ കാരണം? കാലിത്തീറ്റക്ക്, ഇതിന് കോഴിത്തീറ്റക്ക് വില കൂടിയതാ. അപ്പൊ വില കൂടിയപ്പോ തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. തമിഴ്നാട്ടുകാർ കോഴിത്തീറ്റ കിട്ടാതെ വന്നപ്പോൾ ഈ ഉൽപാദനം എന്ത് ചെയ്തു, കുറച്ചു. പിന്നെ മാത്രമല്ല വേറെ ചില നിയമങ്ങളൊക്കെ വന്നു എന്നാണ് പുതുതായിട്ട് അറിയുന്നത്. ഇത് തീറ്റ കൊടുക്കാതെയാണ് എന്ത് ചെയ്യാറുള്ളത്, അവിടെ നിന്നോട്ട് കയറ്റി വിടാറുള്ളത്. ആ തീറ്റ കൊടുക്കാതെ കയറ്റി വിടുമ്പോൾ അത് പറ്റൂല. ഇത്ര മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ അവർക്ക് തീറ്റ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കയറ്റി വിടാൻ പാടുള്ളൂ. അപ്പൊ അത്രയും തീറ്റ പേർക്ക് നഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് ഉൽപാദനം എന്ത് ചെയ്തു, കുറച്ചു. അപ്പൊ അതിന് വില കൂടി. ഇതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. ഈ കോഴി തന്നെ, ഈ ബ്രോയിലർ ഇല്ലെങ്കിൽ. അപ്പൊ ഏതും അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് അള്ള ഇവിടെ ഇറക്കി തരുന്നത് ഇല്ലാ ബി ഖദരിൻ മഅലൂം, നിർണയിക്കപ്പെട്ട തോതനുസരിച്ചേ ഉള്ളൂ. അപ്പം വസ്വാസമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം മാറ്റി വെച്ചിട്ട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നതിലേക്ക് എത്തിച്ചേരണം. അതിപ്പോ നമ്മളെ വീട്ടിലാണെങ്കിലും അല്ലെ, നമ്മളാ പിന്നെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെ ആഴ്ചയിൽ എത്ര കൂലിയാ? ഓനൊരു കോപ്പ വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓൻ കുളിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനെ പിന്നെ എവിടെയായിരുന്നോ ജോലി, അവിടുന്ന് ഏറി വന്നൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ടോ, അങ്ങോട്ട് മേലൊക്കെ കഴുകിയോ കുളിച്ച് ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ, ഓടുന്നാൾ പോയിട്ടുണ്ടോ, അത്രേ ഉള്ളൂ. ഏറി വന്ന ഒരു ബക്കറ്റ്, ഒരു 4 കോപ്പ വെള്ളം കൊണ്ട് നമുക്കോ എത്ര വേണം?
അപ്പൊ സുലഭമായി ലഭിക്കുന്നു എന്ന് വിചാരിച്ചൊന്നും ആ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അള്ള എല്ലാം ഇറക്കി തരുന്നത് ഖദറും മാലൂം. അപ്പൊ ആ അള്ള നിശ്ചയിച്ച അതാണ് തീർന്നാൽ പിന്നെ പടച്ചോൻ തരൂല. അത് വൈമീൻ ഷെയ്യിൻ ഇല്ല ഇന്ധന ഹസായിനു, ഏത് വസ്തു ആവട്ടെ, ഇല്ല ഇന്ധന നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ ഇല്ല. ഹസായിനു അതിന്റെ സൂക്ഷിപ്പ് സ്വത്ത്. വമാനുനസിലുഹു, പക്ഷെ നാം അതിനെ ഇറക്കുകയില്ല ഇല്ല ബി ഖദരി മാലൂം, നിർണയിക്കപ്പെട്ടൊരു തോതനുസരിച്ചല്ലാതെ അള്ള ചെയ്യൂല എന്നാ പറഞ്ഞത്. അത് ഇറക്കി തരൂല. ഏത് വിഭവവും അങ്ങനെ തന്നെയാണ്. വാർസൽന റിയാഹ, കാറ്റിനെ നാമാണ് അയച്ചത്. വാർസൽന, നാമാണ് അയച്ചത് റിയാഹ, കാറ്റുകളെ. ബഹുവചനായിട്ടാ പറഞ്ഞത്, രീഹ എന്നല്ല, വാർസൽന രീഹ എന്നല്ല പറഞ്ഞത്. അപ്പൊ അതിന് ഇസ്ലാം റിയാഹ് എന്നുള്ളത് അനുഗ്രഹത്തിന്റെ കാറ്റാകുമ്പോഴാണ് റിയാഹ് എന്ന് ബഹുവചനായിട്ട് പറയാറുള്ളത് എന്നാണ്, അല്ലെങ്കിൽ രീഹ് എന്നാണ് പറയാറുള്ളത് എന്നാണ്. ഇപ്പൊ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന ഉണ്ട് എന്നാണ്, അല്ലാഹുമ്മ ജഅൽഹു റിയാഹ വല രീഹ എന്ന് പറഞ്ഞിട്ട് റസൂല് പ്രാർത്ഥിച്ചിരുന്ന, പടച്ചവനെ ഇതിനെ കാറ്റുകളാക്കണമേ, അതിനെ നീ കാറ്റാക്കി മാറ്റരുതേ എന്ന് പറഞ്ഞിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റിയാഹ് കാറ്റുകൾ, വ്യത്യാസം, കാറ്റുകളിലാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരെ മറിച്ച് ഖുർആൻ തന്നെ റീഹുൻ ആസിഫുൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും ഖുർആനിൽ. റീഹുൻ ആസിഫ്, കൊടുങ്കാറ്റിന് റീഹ് എന്നാ പറയാറുള്ളത്, റീഹുൻ ആസിഫുൻ. അപ്പൊ റിയാഹ് എന്നുള്ളത് അനുഗ്രഹത്തിന്റെ ഇതാണ്. അപ്പൊ അള്ളാഹുവെ ഇതിനെ കാറ്റുകൾ, അല്ലാഹുമ്മ ജഅൽഹു റിയാഹ് വലാ തജഅൽഹു റീഹ് എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്ന കാറ്റുണ്ടാവുമ്പോ. വേറെ പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ മാ അർസൽത ബിഹി വഅഊദു ബിക മിൻ ശർരി മാ അർസൽത ബിഹി എന്നുള്ളത് കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്, പടച്ചവനെ ഇതിനെ കാറ്റുകളാക്കി മാറ്റണമേ, ഇതിനെ നീ കാറ്റാക്കരുതേ എന്ന്. അപ്പൊ കാറ്റുകളിലാണ് നന്മയുള്ളത്, റിയാഹ്. അപ്പൊ ആ നന്മയുടെ കാറ്റിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ കാറ്റുകളുടെ പ്രത്യേകത? ലവാക്കിഹ, അവ ചുമക്കുന്നവയാണ്, അവ വഹിക്കുന്നവയാണ്. എന്നിട്ട് ഫൻസൽന, നാം ഇറക്കി മിന സമായി, ആകാശത്ത് നിന്ന് ജലത്തെ ഇറക്കി. അലിസ്ലാം ഫഅസ്കൈനാകുമൂഹു, എന്നിട്ട് അതിനെ നിങ്ങൾക്ക് കുടിക്കാൻ നൽകി ഞാൻ. വമാ അൻതും ലഹു, നിങ്ങളല്ല അതിനെ ബിഖാസിനീൻ, സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ളവരല്ല. വമാൻതും, നിങ്ങളല്ല, ലഹു അതിനെ, ആ മഴവെള്ളത്തെ, ബിഖാസിനീൻ, സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ളവരല്ല. അപ്പൊ കാറ്റിനെ അയച്ചു വഹിക്കുന്നവയായി, ചുമക്കുന്നവയായിട്ട് എന്ന്. അപ്പൊ എന്തിനാ കാറ്റിനെ അയച്ചത്? മേഘത്തെ വഹിക്കാൻ അള്ള കാറ്റിനെയാണ് അയക്കുന്നത്. സൂറത്ത് അഹ്റാഫിലുണ്ടാവും. സൂറത്ത് അഹ്റാഫ് നോക്കിയാട്ടെ, 57 157 ആയിരിക്കും. 57 നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഓർമ്മ ഉണ്ടാവും. 50 വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത്തിൻ ഫഅൻസൽനാ ബിഹിൽ മാ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത് കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലകും തദക്കറൂൻ. വഹുവല്ലദീ, അവനാണ്, യുർസിലു റിയാഹ, റിയാഹ് എന്നാ പറഞ്ഞിട്ടുള്ളത്, യുർസിലു റിയാഹ എന്നല്ല പറഞ്ഞത്. കാറ്റുകളെ അയച്ചവൻ അവനാണ്. യുർസിലു റിയാഹ ബുശ്റൻ, സന്തോഷ വാർത്തയായിട്ട്, ബൈന യദൈ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായി, ഹത്താ ഇദാ അഖല്ലത്ത്, അങ്ങനെ അത് വഹിച്ചു കഴിഞ്ഞാൽ, അഖല്ലത്ത് ഗർഭം ചുമന്നു എന്നൊക്കെയാണ് വാക്കർത്തുള്ളത്. അവിടെയാണ് ലവാക്കിഹ് എന്ന് പറഞ്ഞത്, ചുമക്കുന്നവ. അപ്പൊ ആ മേഘത്തെ എന്തിനെയാണ് അത് കാറ്റ് വഹിക്കുന്നത്? സഹാബൻ സിഖാലൻ, ഭാരമുള്ള മേഘത്തെ. അപ്പോഴോ സുഖ്നാഹു, അതിനെ നാം നയിക്കും, ആ കാറ്റിനെ നാം തെളിക്കും, നയിക്കും, ലി ബലദി മയ്യിത്തിൻ, നിർജീവമായ നാട്ടിലേക്ക്. അപ്പം മേഘം ഇവിടെ രൂപപ്പെട്ട മേഘമല്ല നമുക്ക് ഇവിടെ മഴ പെയ്യുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത്.
അപ്പൊ എവിടെയോ രൂപപ്പെട്ട മേഘത്തെ വഹിച്ചു കൊണ്ടുവരാൻ കാറ്റുകളെ അള്ളാഹ് അയക്കുന്ന, അതല്ല വാക്കി ആ ഭാരമുള്ള മേഘത്തെ വഹിച്ചു കൊണ്ടുവരും. അത് ആലോചിച്ചു കേട്ടെ, ഇത്രയും വെള്ളമുള്ള മേഘത്തെ വഹിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് എത്ര ആയിരിക്കും? അതിനെ വഹിക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ശക്തമായ കാറ്റായിരിക്കണം. അപ്പൊ ആ കാറ്റ് അതിനെങ്ങനെ വഹിച്ചിട്ട് നാം അതിനെ തെളിച്ചു കൊണ്ടുപോകും. സാക്ക സുഖിനാഹു, നാം അതിനെ തെളിച്ചു കൊണ്ടുപോകും ലി ബലദി മയ്യത്തി, നിർജീവമായി കിടക്കുന്ന നാട്ടിലേക്ക്. ഫൻസൽനാ ബിഹിൽ മാ, എന്നിട്ട് നാം അതിൽ നിന്ന് എന്ത് ചെയ്യും? മഴ വർഷിപ്പിക്കും. ഫഖറജ്നാ ബിഹി, അതിൽ നിന്ന് നാം ഉൽപ്പാദിപ്പിക്കും മിൻ കുല്ലി സമറാത്ത്, എല്ലാ കായ്ക്കനികളും. എന്നിട്ട് അള്ളാഹ് അവിടെ വേറൊരു കാര്യം പറയാണ്, പരലോകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ. കദാലിക നുഖ്രിജുൽ മൗത, ഇപ്രകാരമാണ് മരിച്ചോലെ നാം ജീവിപ്പിക്കാൻ. നിർജീവമായ ഭൂമിയെ ഒരു മഴയിലൂടെ ജീവിപ്പിച്ചതുപോലെ അള്ളാഹ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. എന്തിനാണ്? ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. സൂറത്ത് റൂമിൽ കാണാം ഇതേ ആയത്ത്. അതുപോലെ തന്നെ സൂറത്ത് നൂറിൽ പറഞ്ഞിട്ടുണ്ട് മഴയെ കുറിച്ച്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജഅലുഹു റുകാമ, മേഘത്തെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്നത് നീ കണ്ടിട്ടില്ലേ? അലം തറ, നീ കണ്ടിട്ടില്ല? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അന്നല്ലാഹ യുസ്ജി സഹാബൻ, അള്ളാഹു മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ അതിനെ അട്ടിയാക്കി തീർക്കുന്നു എന്നാ. നമ്മളുടെ ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ അതിനെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഘനീഭവിപ്പിക്കുന്നു എന്നാ. അതിനെ അട്ടിയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഘനീഭവിപ്പിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് പിന്നീട് മഴ വർഷിപ്പിക്കുന്നതായിട്ട് നിനക്ക് കാണാം, മഴ വർഷിക്കുന്നതായി നിനക്ക് കാണാം. ആ മഴ വർഷിക്കുന്നതിൽ ഐസ് പാളികൾ ഉണ്ടായിരിക്കും. അലം തറ അന്നല്ലാഹ് 43-ാമത്തെ ആയത്ത്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജഅലുഹു റുകാമ, എന്നിട്ട് അതിനെ അട്ടിയാക്കുന്നു. ഫതറൽ വദക യഖ്റുജു മിൻ ഖിലാലി, പേമാരി അതിനിടയിൽ നിന്ന് വർഷിക്കുന്നതായി നിനക്ക് കാണാം. വയുനസ്സിലു മിനസ് സമായി മിൻ ജിബാലി, പർവ്വതങ്ങളിലും അത് അള്ളാഹു വർഷിപ്പിക്കുന്നുണ്ട്. ഫിഹാ മിൻ ബറദ്, അതിൽ ഐസുപാളികൾ ഉണ്ടായിരിക്കും. ഫയുസീബു ബിഹി മൻ യശാ, അത് ഉദ്ദേശിച്ചവർക്ക് അള്ളാഹ് നൽകുന്നു. വയസ്രിഫു അമ്മൻ യശാ, അവൻ ഉദ്ദേശിച്ചവരിൽ നിന്ന് ആ ഐസിനെ അള്ളാഹ് തിരിച്ചുവിടുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യം പറയുന്നുണ്ട് അള്ളാഹ്. യക്കാദു സനാ ബർഖി യദ്ഹബു ബിൽ അബ്സാർ, ആ ഐസുപാളികളിൽ തട്ടിയുള്ള സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്റ്റ്, സനാ ബർഖിഹി, അതിന്റെ ആ റിഫ്ലക്റ്റ് യദ്ഹബു ബിൽ അബ്സാർ, കാഴ്ചയെ നശിപ്പിച്ചു കളയുക. ഐസുപാളിയിലേക്ക് ലൈറ്റ് ചെന്നിട്ട് ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കണ്ണിൽ തട്ടിയാൽ നമ്മളുടെ കാഴ്ച പോകുന്ന. യക്കാദു സനാ ബർഖി യദ്ഹബു ബിൽ അബ്സാർ. അപ്പം ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ അനുഗ്രഹത്തിന്റെ കാറ്റുകളെ അയച്ച് അത് മേഘത്തെ ചുമന്ന് ആ മേഘത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് അള്ളാഹ് മഴ വർഷിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അതിനെ നിങ്ങൾ അതിൽ നിന്ന് നാം കുടിപ്പിക്കുന്നു, നിങ്ങൾ അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്ത് വാഖിയാല് ചോദിച്ചാൽ എന്താ വാഖിയാല് ചോദിച്ചത്? അഫറായിത്തും അൽമാ അല്ലദീ തശ്റബു, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആൻതും അൻസൽതുമുഹു, നിങ്ങളാണോ അതിനിറക്കിയത്? മിനൽ മുസിനി, മേഘത്തിൽ നിന്ന്. അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാം ആണോ അതിനിറക്കിയത്? എന്നിട്ട് അവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു താക്കീതുണ്ട്, ഒരു ഭീഷണി ഉണ്ട് പടച്ചവന്റേത്. എന്താ? ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു, നിങ്ങൾക്കൊന്ന് നന്ദി കാണിച്ചൂടെ? ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ട് എന്തേ നന്ദി കാണിക്കാത്തത്? ആ മഴവെള്ളം അത് ഉപ്പ് രസാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? കൃഷിയും തലയിലുള്ളതും കൂടിയും പോയിട്ടുണ്ടാവില്ലേ? മഴ ഇട്ടാല് കൃഷിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഉപ്പ് രസമുള്ള വെള്ളം, കടലിലെ വെള്ളം നീരാവിയായി പോയിട്ടാണ്. അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ? അപ്പൊ റബ്ബാണ് ഈ അനുഗ്രഹം ചെയ്തു തന്നിട്ടുള്ളത്. പോരാ, വമാ അൻതും ലഹു ബിഖാസിനിൻ, ആ പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. വമാ അൻതും ലഹു, നിങ്ങൾക്ക് സാധ്യമല്ല കൂട്ടരെ, മനുഷ്യരെ നിങ്ങൾക്ക് സാധ്യമല്ല, ബിഖാസിനീൻ, അതിനെ സൂക്ഷിച്ചു വെക്കാൻ, സംഭരിച്ചു വെക്കാൻ, കാലാകാലം സംഭരിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഡാമിലൊക്കെ എത്ര വെള്ളം ഉണ്ടായാലുണ്ട്, അത് ഉപയോഗിച്ചെന്ത് ചെയ്യും?
തീരും. ഇപ്പോഴും ഡാമിലൊന്നും വെള്ളം ആയിട്ടില്ല എന്നാ പറഞ്ഞത്. നമുക്കൊക്കെ ഇവിടെ മഴ എമ്പാടുമായി. പവർ കട്ട് ഇടക്കിടക്ക് വരുന്നുണ്ട്, പകലൊക്കെ ഉണ്ട്. അത് കറണ്ട് പോയില്ലേ? കറണ്ട് പോയി. പിന്നെ എപ്പോഴാണ് വരുന്നത്? അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് വരും. അത് ഒരു അറിയിപ്പില്ലാത്ത പവർ കട്ട്. എന്തുകൊണ്ടാ? സംഭരണിയിലൊന്നും വെള്ളമായിട്ടില്ല ഇത്രയായിട്ടും. മഴ വളരെ കുറവാണ്. അതിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കിട്ടണം, എന്നാലും എന്ത് ചെയ്യുള്ളൂ? സംഭരണിക്ക് വെള്ളം ഒഴുകി എത്തുള്ളൂ. അപ്പൊ ഇത് കാലാകാലം സൂക്ഷിച്ചു വെക്കാൻ കഴിയോ? കഴിയില്ല. ഖുർആനിൽ സൂറത്ത് മൂമിനൂനിലെ 18-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കട്ടെ. സൂറത്ത് മൂമിനൂൻ, അവിടെ അള്ളാഹ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വഅൻസൽനാ മിനസ് സമായി മാഅൻ ബിഖദരിൻ വഅസ്കന്നാഹു വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ എന്ന ഒരായത്ത് കാണാം. 18 എന്റെ ഓർമ്മ. അതെ, വഅൻസൽനാ മിനസ് സമായി മാഅ, ആകാശത്തു നിന്ന് നാം മഴ വർഷിപ്പിച്ചു തന്നു. ബിഖദരിൻ, തോതനുസരിച്ച്.